നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മൾ ആരും കാണാത്ത ഒരു ട്രംപിനെ കഴിഞ്ഞ ഒരു ദിവസം ലോകം മുഴുവൻ കണ്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു സാധാരണ ലോക നേതാക്കളോടെല്ലാം പുച്ഛമാണ് ട്രംപിന്. പക്ഷേ ഇന്നലെ പുച്ഛഭാവമൊന്നും ആയിരുന്നില്ല. ഭയങ്കര സ്നേഹം, ശരീരഭാഷയിൽ തന്നെ വലിയ വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ചർച്ചയിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ചോദിച്ചതാണ്. പക്ഷെ വലിയ അത്ഭുതമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാര്യത്തിൽ ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. പുടിൻ അവിടെ നമ്മുടെ കാര്യം പറഞ്ഞു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഇന്ത്യ അത്ര നിസ്സാരമല്ല എന്ന് വീണ്ടും ട്രംപിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വേലത്തരങ്ങളൊന്നും വിലപ്പോയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ലോക പോലീസിനെ ഒന്ന് മുട്ടുകുത്തിക്കാൻ പുടിന് കഴിഞ്ഞിട്ടുണ്ട്. അത് മറ്റൊരു വിഷയം. ഇതുകൂടാതെ പക്ഷേ ട്രംപ് പുടിന് നേരെയുള്ള യുദ്ധക്കുറ്റത്തെക്കുറിച്ചൊന്നും അതിനെക്കുറിച്ച് പുടിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലൊന്നും പറഞ്ഞില്ല. പക്ഷേ ആ ഒരു ധൈര്യം ട്രംപിന്റെ ഭാര്യ മെലാനിയ ട്രംപ് കാണിച്ചു. പുടിന് ഒരു നിർദ്ദേശമൊക്കെ കൊടുത്തുകൊണ്ട് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുടിനോട് നേരിട്ടിട്ട് ട്രംപ് പറയാതെ പറയാതെ പറയുക എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. അപ്പൊ ട്രംപ് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പുടിൻ അതിന് പ്രതികരിക്കുക എന്നുള്ളതിനെ കുറിച്ച് പേടിയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചർച്ച മൊത്തം അലസിപ്പിരിഞ്ഞ് മറ്റൊരു വഴിക്ക് ആയേനെ. അപ്പൊ അത് ഒഴിവാക്കുകയും വേണം, എന്നാൽ ഈ കാര്യം പറയുകയും വേണം. അപ്പോൾ അതുകൊണ്ട് മെലാനി തന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് പുടിന് കൊടുത്തു കഴിഞ്ഞാൽ പുടിനൊന്നും പറയില്ല എന്നുള്ളൊരു വിശ്വാസമായിരിക്കാം. കാരണം മെലാനി തന്നയച്ചൊരു കത്തല്ലേ, അതെന്താണെന്ന് അറിയാൻ വേണ്ടി മിണ്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കത്ത്. പക്ഷേ മെലാനിയ അങ്ങനെ ഒരു കത്ത് ട്രംപിന്റെ കയ്യിൽ കൊടുത്തു വിടുന്നു. പക്ഷെ അത് ട്രംപ് പറഞ്ഞതാകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുട്ടികളെ സംബന്ധിക്കുന്ന വിഷയമാണ് മെലാനിയ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു അമ്മയുടെ കരുതലാണോ എന്നുള്ള, അതാണ് ട്രംപിന്റെ പുടിൻ ചെയ്തിട്ടുള്ള യുദ്ധക്കുറ്റം എന്ന് പറയുന്നത് കുട്ടികളെ കൊണ്ടുപോയതാണ്. ഈ ചർച്ചയിൽ മുൻ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ തന്നെ പറഞ്ഞത് പുടിൻ വ്യക്തമായ വിജയം കൈവരിച്ചു എന്നുള്ളതാണ്. ട്രംപ് വിജയിച്ചു എന്നല്ല, US തന്നെ ഉള്ള മുൻ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറഞ്ഞിട്ടുള്ളത് പുടിനാണ് വിജയം കിട്ടിയിട്ടുള്ളത് എന്ന രീതിയിലാണ്. അവരുടെ രണ്ടുപേരുടെയും അവസാനം വരെയുള്ള ചിത്രങ്ങൾ നോക്കിയാലും വീഡിയോ ക്ലിപ്സ് നോക്കിയാലും നമുക്ക് മനസ്സിലാകും അവരുടെ ശരീരഭാഷയിൽ തന്നെ ട്രംപ് ഒന്ന് ഒതുങ്ങിയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുടിന് ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുത്തത് തന്നെ ആരാണ്? US സൈനികരാണ്, ലോക പോലീസാണ്. അപ്പൊ അത്രയും വലിയ ഒരു ട്രീറ്റ്മെന്റ് ആണ് പുടിന് കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ കൂടിക്കാഴ്ചയിൽ ട്രംപ് പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ രണ്ടുപേരും വിജയിച്ചതുമില്ല, രണ്ടുപേരും പരാജയപ്പെട്ടതുമില്ല. ഈ ഒരു നീക്കമായിരിക്കും ഉണ്ടാകുക എന്ന് നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ്. കാരണം രണ്ട് ലോക നേതാക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിൽ ഒരാൾക്ക് വിജയം മറ്റൊരാൾക്ക് തോൽവി എന്ന് പറയാൻ പറ്റില്ലല്ലോ. രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ചർച്ചയ്ക്ക് ശേഷവും സംസാരിച്ചത് പുടിൻ ഒന്നും തന്നെ സംസാരിച്ചില്ല. മാധ്യമങ്ങളോട് സംസാരിച്ചത് ട്രംപ് ആയിരുന്നു. ട്രംപ് പറഞ്ഞത് ഇനി അത് പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല, പക്ഷെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ടാണ് നടന്നത് എന്ന് സംസാരിച്ചു. അപ്പോൾ അതിലും പക്ഷേ സാധാരണ തന്നെ രണ്ട് നേതാക്കന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ മറ്റാൾ മിണ്ടില്ല. അപ്പോൾ ഇവിടെ റഷ്യയും അമേരിക്കയുമായിട്ടാണ് ചർച്ച എന്നുള്ളത് കൊണ്ട് അമേരിക്ക തന്നെയാണ് അവിടെ സംസാരിക്കേണ്ടത്. ആ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത്. പീസ് മേക്കറിന്റെ ഒരു ഭയങ്കര പീസായിട്ട് തന്നെയായിരുന്നു, ഭയങ്കര പീസ്ഫുൾ മൈൻഡിലായിരുന്നു ട്രംപ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ തരുന്ന ഒരു പ്രസ്താവന പുടിനിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതായത് യുക്രൈൻ സഹോദര രാജ്യമാണ് എന്ന് പറഞ്ഞത് നിസ്സാര വിഷയമല്ല. പുടിൻ അതങ്ങനെ പറയണമെങ്കിൽ എന്തൊക്കെയോ ഒരു ധാരണയ്ക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള സൂചനയാണ്. കാരണം ഇപ്പോൾ മോസ്കോയിലേക്ക് വിളിച്ചിട്ടുണ്ട് ചർച്ചയ്ക്ക് വേണ്ടി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ ഒരു ചർച്ച കൊണ്ട് ഇത് അവസാനിക്കാൻ പോകുന്നില്ല, ഒരു ചർച്ച കൂടി ഉണ്ടാകും, മോസ്കോയിൽ കാണാമെന്നാണ്. ഈ മോസ്കോയിൽ കാണാം എന്ന് പുടിൻ പറഞ്ഞതിന് മറ്റൊരു ധ്വനി കൂടെ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ശക്തമാകുന്നുണ്ട്. കാരണം പുടിനും ട്രംപും കൂടി ഈ റെഡ് കാർപ്പറ്റിലൂടെ ഇങ്ങനെ നടന്നെടുക്കുമ്പോൾ മുകളിൽ അമേരിക്കയുടെ പോർ വിമാനങ്ങൾ
വലിയ രീതിയിൽ വട്ടമിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ പുടിൻ അത് മേലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അത് പുടിനെ ചെറുതായിട്ടൊന്ന് അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അമേരിക്ക അവരുടെ ഒരു സൈനിക അഭ്യാസം കാണിച്ചതാണ്, അത് ചെറുതായിട്ടൊന്ന് അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് മോസ്കോയിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊന്ന് പേടിച്ചോ എന്നുള്ള എന്തിനാണത് എന്നുള്ള ഒന്ന് പാളി നോക്കിയിട്ട് ഉടനെ തന്നെ ട്രംപിന്റെ ഭാഗത്തേക്കാണ് നോക്കുന്നത്. അപ്പൊ ട്രംപ് കൂടെ ഉണ്ടല്ലോ, അപ്പൊ പുടിന് മാത്രമായിട്ടൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പായിരുന്നു. കാരണം എന്താണ് ഈ പൊട്ടന്മാര് ചെയ്തു വയ്ക്കാന്ന് അറിയില്ലല്ലോ, വിളിച്ചു വരുത്തി വല്ല അപായപ്പെടുത്തോ. കാരണം അത് ശരിക്കും ആ ഒരു ധൈര്യവും സമ്മതിക്കണം. കാരണം തനിയെ അതായത് സെക്യൂരിറ്റീസിനെ അവിടെ മാറ്റി നിർത്തുന്നു, എന്നിട്ട് റെഡ് കാർപ്പറ്റിലൂടെ നടന്നു പോകുന്നു. ഇത് തന്നെയല്ലല്ലോ ഈ പറയുന്ന പുടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശത്രു പാളയത്തിന് നടുവിലുള്ള ഒരു മനുഷ്യനാണ്. കാരണം പല രാജ്യങ്ങൾ നോട്ടമിട്ട് വെച്ചിരിക്കുന്ന ലോക നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറിയ ഒരു ശബ്ദമുണ്ടായാലും ഒന്ന് പേടിക്കണം. പക്ഷെ അത് മുഖത്ത് വരില്ല, മുഖത്ത് വരികയില്ല, അത് പുറത്ത് കാണിക്കുകയില്ല. അതാണ് ട്രംപിനെ ചേർത്ത് പിടിച്ചാണ് രണ്ടുപേരും കൂടി നടന്നത്. എനിക്ക് പറ്റിയ തന്നെയും കൊണ്ടുപോകുമെന്നുള്ള അപ്പോൾ ആ ഒരു സൈനികാഭ്യാസം പുടിൻ തന്നെ അത് കാണിച്ചത് പുടിനെ ചെറുതായിട്ടൊന്ന് അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങ് മോസ്കോയിലേക്ക് അവിടെ ചർച്ചയുണ്ടെന്ന്. അപ്പൊ മോസ്കോയിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നതും ഇതിനോട് സമാനമായ ഇത്തിരി കൂടി മീതെയുള്ള ഒരു ഇതായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് മെലാനിയ ട്രംപിന്റെ കത്തിനെ കുറിച്ചാണ് പിന്നീട് ഒരു സംസാരം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയ്ക്ക് എന്തായാലും ട്രംപിന്റെ ഭാര്യ മെലാനിയ കൂടെ പോയിട്ടില്ല. പക്ഷേ ഒരു കത്ത് വളരെ കൃത്യമായി തന്നെ അത് കൊടുത്തുവിട്ടു. അത് എന്താണ് ആ കത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ പറയുന്നില്ല. പക്ഷേ 2 വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരാണ് പറഞ്ഞത് വ്ളാഡിമിർ പുടിന് ഒരു കത്ത് കൊടുത്തു അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് അലാസ്കയിൽ നടന്ന ഉച്ചകോടിയിൽ തന്നെ ട്രംപ് ഈ കത്ത് നേരിട്ട് പുടിന് കൈമാറി എന്നാണ് പറയുന്നത്. അപ്പൊ യുക്രൈൻ യുദ്ധത്തിന്റെ ഫലമായിട്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ചാണ് കത്തിൽ സൂചിപ്പിച്ചത് എന്നാണ് പറയുന്നത്. ഇതുവരെ കത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ വന്നിട്ടില്ല. അപ്പൊ ഇതിലെ പ്രശ്നം റഷ്യൻ സൈന്യം യുക്രൈൻ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് യുക്രൈന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്നാണ് പറയുന്നത്. കുടുംബത്തിന്റെയോ രക്ഷിതാക്കളുടെയോ ഒന്നും സമ്മതമില്ലാതെ 10,000-കണക്കിന് കുട്ടികളെയാണ് റഷ്യയിലേക്കോ അല്ലെങ്കിൽ റഷ്യൻ അധിനിവേശ പ്രദേശത്തേക്കോ തട്ടിക്കൊണ്ടുപോയത്. എവിടേക്കാണ് കൊണ്ടുപോയത് എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് UN ഉടമ്പടിയിലെ വംശഹത്യയുടെ നിർവചനം പാലിക്കുന്ന യുദ്ധക്കുറ്റമാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം കുട്ടികളെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അത് വംശഹത്യ എന്നുള്ള ഇതിലേക്ക് അത് വന്നു ചേരും. 2022 യുക്രൈനിലെ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിന് ശേഷം ഏകദേശം 19,500 കുട്ടികളെയാണ് ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അത് ക്രിമിയയിലാണോ കൊണ്ടുപോയിട്ടുള്ളത് അതോ റഷ്യയിലാണോ എന്നറിയില്ല. 4 മുതൽ 6 മാസം വരെ സമ്മർ ക്യാമ്പുകളിൽ തുടരാൻ നിർബന്ധിതരായിട്ടുണ്ട് ഈ കുട്ടികളെന്ന് പറയുന്നു. ഇങ്ങനെ താമസിക്കുന്നതിനടുത്ത് തന്നെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കുട്ടികളെ മാറ്റിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൃഗങ്ങളോട് എന്ന പോലെയാണ് ഈ കുട്ടികളോട് പെരുമാറിയതെന്ന് പറയുന്നു. പ്രത്യേക മുറികളിലാണ് അടച്ചിട്ടുള്ളത്. പാറ്റയും പഴുതാരയും എലിയും ഒക്കെ ഉള്ള സ്ഥലത്താണ് അവരെ അടച്ചിട്ടതെന്ന് പറയുന്നു. എന്നിട്ട് ഈ കുട്ടികളോട് മാതാപിതാക്കൾക്ക് ഇനി നിങ്ങളെ ആവശ്യമില്ല എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇനി ഏറെക്കാലം, ഈ 6 മാസത്തെ അല്ല, ഏറെക്കാലം നിങ്ങൾ ഇവിടെ തുടരേണ്ടി വരുമെന്ന് പറഞ്ഞ് കുട്ടികളെല്ലാവരും കരയാൻ തുടങ്ങിയിരുന്നു എന്ന് പറയുന്നു. അപ്പൊ കുട്ടികളെ അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞതനുസരിച്ച് മറ്റൊരിടത്തേക്ക് കുട്ടികളെ മാറ്റിക്കൊണ്ടുപോയതും മൃഗങ്ങളോടുള്ള പോലെ തന്നെ അവരോട് പെരുമാറിയതെല്ലാം തന്നെ ഒരു യുദ്ധക്കുറ്റമായിട്ട് തന്നെ കണക്കാക്കണം എന്നുള്ളതാണ് പിന്നീട് വന്നിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കുട്ടികൾ ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസാണ് ഇതിന്റെ എതിരെ ഒരു യുദ്ധക്കുറ്റം പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പൊ മെലാനിയ ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് കരുതുന്നത്. മെലാനിയ ഇങ്ങനെ പുടിനോടൊരു കാര്യം പറയുമ്പോൾ മറിച്ച് ഇപ്പോൾ മെലാനിയയ്ക്ക് ഒരു വിമർശനം വരുന്നുണ്ട്. ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു എത്ര തവണ ഇതിനോടകം US പോയി തിരികെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗാസയിൽ ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു കാണിക്കുന്ന, അതായത് കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതയെക്കുറിച്ച് മെലാനിയ ട്രംപ് 2 വാക്ക് പറയാൻ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ എന്നുള്ള ഒരു വിമർശനവും വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ ഈ പുടിൻ അത് ചെയ്യരുത് എന്നുള്ള അതിലൊരു ചെറിയൊരു തെറ്റുണ്ട്. അങ്ങനെ ഒരു റഷ്യ പോലുള്ള ഒരു രാജ്യം, പുടിനെ പോലുള്ള ഒരു നേതാവ് ഒരിക്കലും യുക്രൈനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ രാജ്യത്തിൽ നിന്ന് കുട്ടികളെ കയറ്റിക്കൊണ്ടു പോകുക എന്നുള്ളത് പുടിൻ ചെയ്ത തെറ്റായിട്ട് തന്നെയാണ് പൊതുവെ ലോകരാജ്യങ്ങൾ എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളതും. എന്തായാലും ഇപ്പൊ നടന്ന ചർച്ചയിൽ ഇതിനെക്കുറിച്ചൊന്നും തന്നെ സംസാരിച്ചിട്ടില്ല ഇവർ രണ്ടുപേരും തമ്മിൽ. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന പുടിനെ അലോസരപ്പെടുത്തുന്നത് ഒന്നും സംസാരിക്കാൻ ട്രംപ് തയ്യാറായിട്ടില്ല. അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പുടിൻ ആരാണ്, പുടിൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഞാനിപ്പോ ഓർക്കുന്നത് ഇന്നലെ നമ്മൾ സംസാരിച്ചത് തന്നെയാണ്. പുടിൻ അലോസരം ഉണ്ടാകുന്ന സമയത്ത് മൊബൈലിൽ നോക്കിയിട്ട്
മൊബൈൽ നോക്കി ഇരുന്നിരുന്നു എന്ന് മാത്രം പറഞ്ഞതോടുകൂടി അപ്പോൾ അത് മറ്റേ കിം ജോങ് ഉന്ന് പോലും വിറച്ചുപോയി എന്ന് പറഞ്ഞ അതാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അതായത് വരുന്നത് ആരാണ്, ആളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് കൃത്യമായ ഒരു ബോധം ട്രംപ് ഇത്തവണ കാണിച്ചു എന്നുള്ളതാണ്. അല്ലാതെ സെലൻസ്കി കയറി വരുന്നത് പോലെ വന്ന് കയറി ഇരുന്നിട്ട് വൈറ്റ് ഹൗസിൽ ഇരുന്ന് ചർച്ച നടത്തുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സെലൻസ്കി 2 പറയുമ്പോൾ ട്രംപ് 4 പറയുന്നു, അങ്ങനെയൊന്നും ഇവിടെ ഒന്നും സംസാരിച്ചില്ല. അതുപോലെ തന്നെ പുതിനും കുറച്ചുകൂടിയൊക്കെ US-ഉമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം എന്നുള്ള രീതിയിൽ തന്നെയല്ല, പുടിൻ ലോകവേദികളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, വളരെ മാന്യമായിട്ടുള്ള ഇടപെടലാണ് നടത്താറുള്ളത്. അല്ലാതെ ഈ ചർച്ചയ്ക്ക് വരുന്ന ആൾക്കാരെ ഇറക്കി വിടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ തനിക്ക് അലോസരം തോന്നിയാൽ അത് മറ്റൊരു രീതിയിൽ പ്രകടിപ്പിക്കും. ആ പ്രകടിപ്പിക്കുന്ന രീതിക്കും ഒരു മാന്യത ഉണ്ട് എന്നുള്ളതാണ്. 6 വർഷത്തിന് ശേഷമാണ് ഇവർ തമ്മിൽ കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ട്രംപ് ആദ്യം പറഞ്ഞു, എനിക്ക് നിങ്ങളെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കും എന്നാണ് തിരിച്ചു പറഞ്ഞിട്ടുള്ളത്. അതെ, ഇതല്ലല്ലോ നീ പറഞ്ഞത്, കഴിഞ്ഞിടയ്ക്ക് ഞാൻ വട്ടനാണെന്നല്ലേ പറഞ്ഞത് എന്നുള്ള ഒരു. അപ്പൊ 2 കൂട്ടരും വളരെ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. പിന്നീട് നാറ്റോയുടെ ലക്ഷ്യം നേടുന്നതിൽ ട്രംപ് പരാജയപ്പെട്ടു എന്നുള്ള ഒരു സംഭാഷണവും വരുന്നുണ്ട്. കാരണം നാറ്റോ രാജ്യങ്ങളെ കുറിച്ചോ അതിൻ്റെയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും തന്നെ പുടിനുമായി സംസാരിച്ചതായി പറയുന്നില്ല. ആകെ സംസാരിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ കാര്യമാണ്. അത് പുടിനാണ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പൊ അതോടുകൂടി ട്രംപ് പക്ഷെ ഉടനെ അത് സമ്മതിക്കുകയാണ് ചെയ്തത്. അതിലൊരു ഇളവുണ്ടാകും, തീരുമാനമുണ്ടാകും. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ വ്യക്തമായി പറഞ്ഞിരുന്നു. കാരണം ഇന്ത്യ റഷ്യ ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്നുള്ളത് കഴിഞ്ഞ ചർച്ചകളിലൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. അത് തന്നെയാണ് മറ്റൊരു രാജ്യത്തെക്കുറിച്ചും അവിടെ പറയാൻ പുടിൻ തയ്യാറായില്ല. പക്ഷേ ഇന്ത്യയുടെ കാര്യം അവിടെ കൃത്യമായി സംസാരിക്കുന്നു. ഞങ്ങളോട് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളോട് കാണിക്കുന്ന നീതികേടിനെ ട്രംപിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും, ഒരു ഇളവ് ഉടൻ തന്നെ ഉണ്ടാകും എന്ന് നമ്മൾ മുൻപും പറഞ്ഞിരുന്നു. ഇതങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനൊന്നും കഴിയില്ല. അപ്പോൾ ഇതിനൊരു അവസാനം വേണം. ആ അവസാനം അത് പുടിൻ അവിടെ ഒരു ഒറ്റ വാക്ക് കർശനമായി പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന് അതിലൊരു ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്, കടുപ്പിച്ച ആ ഒരു നിലപാട് ഒന്ന് അയഞ്ഞേ മതിയാകൂ എന്നുള്ളത് ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപ് പോകുമ്പോൾ തന്നെ പറഞ്ഞത് 2 മിനിറ്റ് കൊണ്ട് ഞാൻ ഇതെല്ലാം അവസാനിപ്പിക്കും എന്നെല്ലാം പറഞ്ഞിരുന്നുവെങ്കിൽ തന്നെയും അങ്ങനെ അവസാനിപ്പിക്കാനൊന്നും സാധിച്ചിട്ടില്ല. ചുവപ്പ് പരവതാനി വിരിച്ച് തന്റെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന നേതാവിനെയോട് പോലും കർശനമായ ഒരു വാക്ക് പറയാനോ അല്ലെങ്കിൽ ഇനി റഷ്യ യുക്രൈൻ യുദ്ധം പാടില്ല എന്ന് പറയാനോ ഒന്നും തന്നെ ട്രംപിന് കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് ഇതിന് മുൻപ് നടന്ന, അതായത് ഈ ചർച്ചയ്ക്ക് മുമ്പ് വരെ ട്രംപ് നടത്തിയ ആ ഒരു വെല്ലുവിളികളൊക്കെ ഒന്ന് ഓർക്കണം. 50 ദിവസം ഞാൻ കൊടുത്തിട്ടുണ്ട് സമയം യുക്രൈൻ വിഷയത്തിൽ മറുപടി പറയാൻ. 50 ദിവസം എന്നിട്ട് ഒരക്ഷരം, അത് കഴിഞ്ഞപ്പോൾ 10 ദിവസം കൂടി 10 ദിവസം കൂടെ കൊടുത്തു. ഞാൻ 10 ദിവസം കൂടെ തരും, അതിനുള്ളിൽ മറുപടി പറയണം. പക്ഷെ അപ്പോഴും ഒന്നും പറഞ്ഞില്ല. അത് കഴിയുമ്പോ പറഞ്ഞു ശരി എന്നാ ചർച്ചയ്ക്ക് വാന്ന് പറഞ്ഞു. ചർച്ചയ്ക്ക് വന്നു. തന്നെയല്ല, അപ്പോഴൊന്നും അല്ല, ട്രംപ് ഇതിനു മുൻപ് പറഞ്ഞ എന്താണ്, 2-3 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് മനസ്സിലാകും ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകും. ആ പറഞ്ഞ മൂപ്പര് 2.5 മണിക്കൂർ അവിടെ നിന്ന് ചർച്ച നടത്തിയത്. അതാണ് ഈ വെല്ലുവിളിയും ഈ എന്താ പറയുന്നത്, നമ്മൾ ഈ പണ്ടത്തെ സിനിമകളിലൊക്കെ കാണുമ്പോഴത്തേക്ക് മോഹൻലാലിന്റെ ഒക്കെ കൂടെ മറ്റേ മുണ്ടുമടക്കി കുത്തി മീശ പിരിച്ച് നടക്കുന്ന കുറെ ഗുണ്ടകളുടെ ഒരിതുണ്ടല്ലോ, കീലേരി അച്ചുവിനെ പോലെയൊക്കെ ഉള്ളവർ. അതാണ് ഈ ട്രംപ് പലപ്പോഴും കാണിച്ചു കൂട്ടുന്നത്. പക്ഷേ കൃത്യമായ ഒരാൾ മുൻപിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും കുറെ നേരത്തേക്ക്. പിന്നെ ചർച്ചയോ എന്ത് വേണേലും ആകാം. എന്തായാലും ഇരുകൂട്ടരും തമ്മിൽ എന്താണ് ചർച്ച ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. കൂടുതൽ ചോദ്യങ്ങളെ നേരിടാൻ കൂട്ടാക്കാതെ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രം പറഞ്ഞ് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. യുക്രൈൻ വിഷയത്തിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. യുക്രൈനും യൂറോപ്പും ഇടപെട്ടുണ്ടായ പുരോഗതിയെ തകർക്കരുത് എന്ന് പക്ഷേ പുടിൻ പറഞ്ഞതും അപ്പോൾ അതാണ് അവിടെ പുടിൻ പറഞ്ഞതാണ്, യുക്രൈനും യൂറോപ്പും ഇടപെട്ടുണ്ടായ പുരോഗതിയെ ട്രംപ് തകർക്കരുത് എന്നാണ് പുടിൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വലിയ പുരോഗതി ഉണ്ടായി എന്ന് ട്രംപ് പറയുമ്പോഴും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കിടക്കുന്നുണ്ട് എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പിടിച്ചടക്കിയ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാനുള്ള ഒരു കാര്യമായിരിക്കും. അത് നമ്മൾ ഇന്നലെ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു. അതൊരിക്കലും പുടിൻ സമ്മതിക്കില്ല. കാരണം രാജ്യങ്ങൾ തിരിച്ചു കൊടുത്ത് ഒരു പിടി മണ്ണ് പോലും തിരിച്ചു കൊടുത്ത് പുടിൻ ആ രാജ്യത്തേക്ക് തിരിച്ചെത്താനാവില്ല എന്നുള്ളതും ഒരു കാര്യമാണ്.
അതുകൊണ്ട് തന്നെ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണം എന്നുള്ള ട്രംപിന്റെ ആവശ്യം തീർച്ചയായും ട്രംപ് അത് സംസാരിച്ചിട്ടുണ്ടായിരിക്കും. അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാമോ? അവിടെ ഈ പറയുന്ന ഒരു തരി മണ്ണ് പോലും തിരിച്ചു വിട്ടുകൊടുക്കാൻ പുടിൻ തയ്യാറാകില്ല എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 വർഷമായി യുദ്ധം തുടങ്ങിയിട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ ആ ഭൂമി തിരികെ കൊടുത്തുകൊണ്ടാണെങ്കിൽ സ്വന്തം രാജ്യത്ത് ചോദ്യം ഉയരും. പിന്നെ നിങ്ങൾ എന്തിനു 3 വർഷം യുദ്ധം ചെയ്തു? ഇത്രയും പട്ടാളക്കാരെ എന്തിനു കൊന്നൊടുക്കി? എന്ത് നേട്ടം നിങ്ങൾ ഉണ്ടാക്കി? രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പുടിൻ അതിനെ സമ്മതിക്കില്ല. പിന്നെ പറയുന്നത് നാറ്റോ രാജ്യങ്ങളുമായിട്ട് ഉടൻ സംസാരിക്കും, അതിനുശേഷമാണ് തുടർ നടപടി എന്നാണ് പറയുന്നത്. അപ്പോൾ നാറ്റോ രാജ്യങ്ങളുമായിട്ട് എന്താണ് സംസാരിക്കുക എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ യുക്രൈൻ ആകെ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു സെന്റൻസ് ഇത്രയേ ഉള്ളൂ: യുക്രൈൻ സഹോദര രാജ്യം എന്ന് പുടിൻ പ്രതികരിച്ചു എന്നുള്ളത് മാത്രമാണ് ഇതിലെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. ഈ ചർച്ചകളിൽ ഒരു പുരോഗതി ഉണ്ടായി എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. പുടിൻ യുക്രൈനെ സഹോദര രാജ്യമായി കാണുന്നു എന്ന് മാത്രമല്ല, ട്രംപിനെ പുടിൻ ഇനി മോസ്കോയിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരും തമ്മിലുള്ള ചർച്ച അലസിപ്പിരിഞ്ഞിട്ടില്ല, രണ്ടു കൂട്ടരും 2 ധ്രുവത്തിലേക്ക് മാറിയിട്ടില്ല. വീണ്ടും സംസാരിക്കാനുള്ള ഒരു അവസരം, വേദി ഒരുങ്ങിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഇറാൻ വിഷയത്തിൽ എന്തെങ്കിലും ചർച്ച ഉണ്ടായോ എന്നുള്ളതിന്റെ ഒരു വിവരങ്ങളും പുറത്തേക്ക് വന്നിട്ടില്ല. കാരണം ഇറാൻ കഴിഞ്ഞിടയ്ക്ക് ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞത് ഇറാനിൽ റഷ്യയുടെ സൈനിക താവളം വരുന്നു എന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇസ്രയേലിനും അമേരിക്കയ്ക്കും. അത്തരത്തിലൊരു ചർച്ചയെക്കുറിച്ച് ഒന്നും തന്നെ ഈ ചർച്ച നടന്നിട്ടുണ്ടോ എന്നും അറിയില്ല. പക്ഷെ പുറത്തേക്ക് വന്നിട്ടില്ല ആ ഒരു വിവരങ്ങളെ കുറിച്ചൊന്നും. ഇതുവരെ പുറത്തേക്ക് വന്നിട്ടുള്ളത് റഷ്യ യുക്രൈൻ യുദ്ധത്തെ പറ്റിയും അതുപോലെ തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തീരുവയുടെ കാര്യത്തിലുമൊക്കെയാണ് ചർച്ചകൾ നടന്നിട്ടുള്ളത്. ഇറാന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഉണ്ടായോ എന്നുള്ളത് ഒരു നിർണായക ചോദ്യമാണ്. കാരണം ഇറാൻ എത്രയും പെട്ടെന്ന് ആണവ കരാറിൽ ഒപ്പുവെക്കണമെന്ന് ലോകരാജ്യങ്ങൾ പലതും ഇപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഇറാന്റെ ഏറ്റവും വലിയ പിടിവള്ളി റഷ്യ മാത്രമാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടായോ എന്നുള്ളതും അറിയില്ല. അതിന്റെ ഒരു വിവരങ്ങളും പുറത്തേക്ക് വന്നിട്ടില്ല. ചർച്ചയിൽ ഇപ്പോൾ ട്രംപിനൊപ്പം ഉണ്ടായിരുന്നത് മാർക്കോ റൂബിയോയും പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായിരുന്നു. പുടിനൊപ്പം ഉണ്ടായിരുന്നത് വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവുമാണ് പങ്കെടുത്തിരുന്നത്. എന്തായാലും വളരെ കനത്ത സുരക്ഷയിലാണ് ഈ ഉച്ചകോടി നടന്നത്. ഇതില് പിന്നെ പറഞ്ഞത് റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ മാത്രം ഇന്ത്യയുടെ പ്രഖ്യാപിച്ച കനത്ത തീരുവ പുനഃപരിശോധിക്കും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചൈനയുടെ മേല് ഒരു തരത്തിലുള്ള നടപടി ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരു തീരുമാനവും കൂടി വരാനിരിക്കുന്നുണ്ട്. കാരണം റഷ്യൻ അതിർത്തിയിൽ കൊണ്ടുപോയി 2 ആണവ അന്തർവാഹിനികൾ അമേരിക്ക കൊണ്ടുവച്ച നടപടി പുടിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടായോ? അതുപോലെ തന്നെ മെദ്വദേവ് പറയുന്ന പുടിന്റെ വലങ്കൈ ഈ ചർച്ചയ്ക്ക് മുൻപ് തന്നെ ചർച്ച ഉണ്ടാകുന്നു. പക്ഷെ അതിന് ഒരാഴ്ച അടുത്ത് തന്നെ മെദ്വദേവ് പറഞ്ഞിരുന്നു, അതായത് ഈ പറയുന്ന ആണവ അന്തർവാഹിനി കൊണ്ടുവച്ച സമയത്ത് പറഞ്ഞിരുന്നു, റഷ്യയുടെ കരുത്ത് എത്രത്തോളമാണ് എന്ന് ആരും മറന്നു പോകരുത് എന്ന് ഒരു മുന്നറിയിപ്പ് കൂടി കൊടുത്തിരുന്നു. അപ്പോൾ ഇരു വിഭാഗവും അസ്വാരസ്യത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ചർച്ച നടന്നിരിക്കുന്നത്. എന്തായാലും ഈ ചർച്ചയിൽ ഉണ്ടായിട്ടുള്ള 2.5 മണിക്കൂർ ചർച്ചയാണ്. ആ 2.5 മണിക്കൂർ ചർച്ചയിൽ പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ അതെന്തൊക്കെയാണ് എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നതായിരിക്കും. എന്തായാലും ഈ ചർച്ച അത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ വിഷയം തന്നെയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് നോക്കിയിരിക്കുകയാണ് എല്ലാവരും. ഇനി കടുത്ത നിലപാട് വേണമെന്ന് കരുതുന്നില്ല എന്ന് ട്രംപ് പറയുന്നു. കാരണം ചർച്ച വളരെ പോസിറ്റീവായിരുന്നു. കടുത്ത നിലപാടിലേക്കൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ വെറും വിവാഹത്തരമാണോ എന്ന് നമുക്കറിയില്ല. പുടിൻ പോകാൻ നേരം ഇനി പറഞ്ഞോന്നറിയത്തില്ല. ആ നൊബേൽ സമ്മാനത്തിന്റെ കാര്യത്തിലൊന്ന് നിർദ്ദേശിക്കാമെന്ന് പറഞ്ഞോന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ തൽക്കാലം സച്ച് നമ്മൾ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചർച്ച സമാധാനപരമായിരുന്നു. വീണ്ടും ഏറ്റവും ഉപകാരമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സംസാരിക്കാനുള്ള ഒരു വേദി ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ മോസ്കോയിൽ വെച്ച് ഇനി അടുത്ത ഒരു ചർച്ച അടുത്ത് തന്നെ ഉണ്ടാകുമെന്നും ആ ചർച്ചയിൽ തീർച്ചയായും യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ തന്നെ കൈകൊള്ളുമെന്നും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങ് മോസ്കോയിലേക്ക് വാ, റഷ്യ എന്താന്ന് കാണിച്ചു തരാമെന്ന്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.